കേരള ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്സ്യൽ പോളിസിയുടെ ഭാഗമായി സംരംഭകർക്ക് സ്ഥിര മൂലധന നിക്ഷേപ സബ്സിഡി, ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി ഇളവ്, സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ചാർജ് ഒഴിവാക്കൽ തുടങ്ങിയ വിവിധ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി 20 കോടി രൂപ മാറ്റിവെക്കുന്നു. തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്കിലെ വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് 15 കോടി രൂപയും മെഡിക്കൽ ഡിവൈസസ് പാർക്കിന് 20 കോടി രൂപയും ഉൾപ്പെടെ ലൈഫ് സയൻസ് പാർക്കിന് 35 കോടി രൂപ മാറ്റിവെക്കുന്നു. KSIDC വ്യവസായ പാർക്കുകൾക്കായി 14 കോടി രൂപ മാറ്റിവെക്കുന്നു. സാർ, കേരള റബ്ബർ ലിമിറ്റഡിൻ്റെ ആഭിമുഖ്യത്തിൽ കോട്ടയം ജില്ലയിലെ വെള്ളൂരിൽ ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൽ നിന്ന് ലഭ്യമാക്കിയ സ്ഥലത്ത് 250 കോടി രൂപ ചെലവിട്ട് ഒരു റബ്ബർ വ്യവസായ സമുച്ചയം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. റബ്ബർ മേഖലയിൽ മൂല്യവർദ്ധിത വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന റബ്ബർ ലിമിറ്റഡിന് 9 കോടി രൂപ നീക്കിവെക്കുന്നു. സാർ, റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടുന്ന ഏക ഗവൺമെൻറ് കേരളത്തിലേതാണ്. കേന്ദ്രം ഇറക്കുമതി വർദ്ധിപ്പിച്ച് വൻകിട റബ്ബർ വ്യവസായികളെ സംരക്ഷിക്കുന്ന നയമാണ് സ്വീകരിച്ചു വരുന്നത്. ടയർ കമ്പനികൾക്കെതിരെ കോമ്പറ്റീഷൻ കമ്മീഷൻ പുറപ്പെടുവിച്ച വിധി ഇത് വ്യക്തമാക്കുന്നു. നിലവിൽ കേരളം 170 രൂപ റബ്ബറിന് താങ്ങുവില നൽകി വരുന്നു. ഈ തുക വർദ്ധിപ്പിച്ച് 250 ഉയർത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഇതുവരെ ചെവിക്കൊണ്ടിട്ടില്ല. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. സാർ, ഈ സാഹചര്യത്തിൽ സാമ്പത്തിക പരിമിതികൾക്കിടയിലും റബ്ബറിൻ്റെ താങ്ങുവില 180 രൂപയായി വർദ്ധിപ്പിക്കുന്നു. പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളുടെ ലയങ്ങൾ നവീകരിക്കുന്ന പദ്ധതികൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സാർ, 24-25 സാമ്പത്തിക വർഷം വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിനായി കിൻഫ്രയ്ക്ക് 324.31 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിന് 12.5 കോടി രൂപ വകയിരുത്തുന്നു. പെട്രോൾ കെമിക്കൽ പാർക്ക് ആരംഭിക്കുന്നതിനായി കൊച്ചിയിൽ BPCL ചേർന്നുള്ള 600 ഏക്കർ സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 481 ഏക്കർ കിൻഫ്രയ്ക്ക് കൈമാറി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുകയും ഇതിൽ നിന്നും BPCLന് 170 ഏക്കർ ഭൂമി ഇതിനോടകം അനുവദിച്ചിട്ടുണ്ട്. പെട്രോൾ കെമിക്കൽ പാർക്കിൻ്റെ വിവിധ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്കായി 13 കോടി രൂപ വകയിരുത്തുന്നു. സാർ, കൊച്ചി-ബാംഗ്ലൂർ വ്യവസായ കോറിഡോർ പദ്ധതിയുടെ ഭാഗമായി കൊച്ചി-പാലക്കാട് ഹൈടെക് ഇൻഡസ്ട്രിയൽ കോറിഡോറിനുള്ള സംസ്ഥാനത്തിൻ്റെ പദ്ധതി ദേശീയ വ്യവസായ കോറിഡോർ വികസന നിർവഹണ ട്രസ്റ്റ് അംഗീകരിച്ചു കഴിഞ്ഞു. സാമ്പത്തിക തൊഴിൽ രംഗങ്ങളിൽ പരമാവധി വളർച്ച കൈവരിക്കുന്നതിന് കൊച്ചി-ബാംഗ്ലൂർ വ്യവസായ ഇടനാഴിയുടെ സാക്ഷാത്കാരത്തോടെ സാധ്യമാകും. പദ്ധതിക്കായി 200 കോടി രൂപ വകയിരുത്തുന്നു. കിൻഫ്രയുടെ ആഭിമുഖ്യത്തിൽ കാക്കനാട് ആധുനിക സൗകര്യങ്ങളുടെ സ്ഥാപിക്കുന്ന എക്സിബിഷൻ സെൻറ്ററിന് 12.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, 11 വ്യവസായ പാർക്കുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 30.6 കോടി രൂപ മാറ്റിവെക്കുന്നു. ടെക്സ്റ്റൈൽ മേഖല ഉൾപ്പെടെ വ്യവസായ വകുപ്പിൻ്റെ കീഴിലുള്ള പ്രവർത്തന സാധ്യതയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പുനരുജ്ജീവനത്തിനും പുനരുദ്ധാരണത്തിനുമായി ഒരു പാക്കേജ് നടപ്പാക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായി 2017-18 മുതൽ 21-22 വരെയുള്ള കാലയളവിൽ ആരംഭിച്ചതും പൂർത്തീകരിക്കാൻ കഴിയാത്തതുമായ പദ്ധതികളുടെ പൂർത്തീകരണത്തിനും പുതിയ അനുബന്ധ പദ്ധതികൾക്കുമായിട്ട് 279.1 കോടി രൂപ വകയിരുത്തുന്നു. ഇലക്ട്രോണിക് പാക്കേജ് ടെസ്റ്റിംഗ് ഫെസിലിറ്റി പദ്ധതിക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. ധാതുക്കൾ. സർ, ധാതുകരണ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങൾക്കായി 5.57 കോടി രൂപ വകയിരുത്തുന്നു. വിവര സാങ്കേതിക മേഖല മെച്ചപ്പെട്ട തൊഴിലവസരങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ലഭ്യമാക്കിക്കൊണ്ട് കേരളത്തെ ഒരു മുൻനിര IT ഹബ്ബാക്കി മാറ്റുക എന്നാണ് 2017 സർക്കാർ പ്രഖ്യാപിച്ച IT നയത്തിൻ്റെ ലക്ഷ്യം. വിവര സാങ്കേതിക മേഖലയ്ക്കായി 507.14 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്പേസ് പാർക്കിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കായി നബാർഡ് വായ്പ ഉൾപ്പെടെ 52.5 കോടി രൂപ വകയിരുത്തുന്നു. സർ, AVGC വ്യവസായം, ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് എന്നിവ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ വിനോദ മേഖലയിൽ പുതുസംരംഭകരെ ആകർഷിക്കാൻ സംസ്ഥാന സർക്കാരുടെ നയം ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ മേഖലയിൽ സംരംഭകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ സഹായം ഇതനുസരിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്. AI കോൺക്ലേവ്. സർ, കേരളത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് 2024 ജൂലൈയിൽ IBMമായി ചേർന്ന് സംസ്ഥാന സർക്കാർ അന്താരാഷ്ട്ര AI കോൺക്ലേവ് സംഘടിപ്പിക്കും. സർ, റോബോട്ടിക്സ് ഹബ്. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളും റോബോട്ടിക്സ് കമ്പനികളുമായി ചേർന്ന് കേരളത്തെ റോബോട്ടിക്സ് ഹബ്ബാക്കി മാറ്റാനുള്ള കർമ്മപദ്ധതി തയ്യാറാക്കാൻ 2024 ആഗസ്റ്റ് മാസത്തിൽ റൗണ്ട് ടേബിൾ മീറ്റിംഗ് സംഘടിപ്പിക്കും. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി മിഷൻ്റെ പ്രവർത്തനത്തിന് 117.18 കോടി രൂപ വകയിരുത്തുന്നു. സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്ററിന് 47 കോടി രൂപ വകയിരുത്തുന്നു. കേശവാനിന് വേണ്ടി 12 കോടി വകയിരുത്തുന്നു. സർ, സംസ്ഥാനത്താകെ 2000 വൈഫൈ ഹോട്ട്സ്പോട്ടുകൾ കൂടി സ്ഥാപിക്കുന്നതിനായി 25 കോടി രൂപ വകയിരുത്തുന്നു. സർ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിക്ക് 23.51 കോടിയും IITM-ക്ക് 18.95 കോടി രൂപയും വകയിരുത്തുന്നു.
സർ, ഗ്രഫീൻ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാനുള്ള ഒരു വലിയ പ്രീ പ്രൊഡക്ഷൻ സെൻറ്റർ കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിൻ്റെ സഹകരണത്തോടെ 260 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് സ്ഥാപിക്കും. ടെക്നോ പാർക്കിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 27.47 കോടി രൂപ, ഇൻഫോ പാർക്കിൻ്റെ പ്രവർത്തനത്തിന് 26.70 കോടി രൂപ, സൈബർ പാർക്കിന് വേണ്ടി 12.8 കോടി രൂപയും വകയിരുത്തുന്നു. സംസ്ഥാനത്തെ IT മേഖലയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി പ്രവർത്തിച്ചിരുന്ന കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ 24-25 വർഷത്തെ പ്രവർത്തനങ്ങൾക്കായി 119.91 കോടി രൂപ വകയിരുത്തുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ പ്രവർത്തനങ്ങൾക്കായി 90.52 കോടി രൂപ വകയിരുത്തുന്നു. ഇതിൽ 20 കോടി രൂപ കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിൽ ടെക്നോളജി ഇന്നൊവേഷൻ സോൺ സ്ഥാപിക്കുന്നതിനും 70.52 കോടി രൂപ യുവജന സംരംഭകത്വ വികസന പരിപാടികൾക്കുമായിരിക്കും.